കായട. മുട്ടയും പഴവും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഈവനിങ് സ്നാക്കാണ് കായട. ആവശ്യമുള്ള സാധനങ്ങൾ: മുട്ട, പഴം, പഞ്ചസാര, ഏലക്കാപ്പൊടി, നെയ്യ്, വെളിച്ചെണ്ണ, അണ്ടി മുന്തിരി, പിന്നെ പഴം വേവിക്കാൻ ആവശ്യമായ വെള്ളവും. ഒരു മുട്ടയ്ക്ക് ആവശ്യമായ കായടയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് 2 സ്പൂൺ പഞ്ചസാര, 1/4 സ്പൂൺ ഏലക്കാപ്പൊടി എന്നിവ ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. ഇനി ഒരു പാത്രം ചൂടാക്കി ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് അണ്ടിയും മുന്തിരിയും ചേർത്ത് ഇളക്കുക. അണ്ടിയും മുന്തിരിയും ബ്രൗൺ നിറമാകുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ട മിക്സ് ഇതിൽ ഒഴിക്കുക. എന്നിട്ട് ഇളക്കി പാകമാക്കുക. ഇതുപോലെയാകുമ്പോൾ പാത്രത്തിലേക്ക് മാറ്റാം. പഴം വേവിക്കാൻ ആവിപാത്രത്തിൽ വെള്ളമൊഴിച്ച് ഒരു പഴം മുറിച്ച് ആവിയിൽ വേവിക്കുക. എൻ്റെ മുട്ട കുറച്ച് വലുതായതുകൊണ്ട് എനിക്ക് 2 പഴം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ പഴം ആവിയിൽ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി പഴം ഉടച്ച് ഇതുപോലെ ആക്കുക. ഇളം പഴുക്ക പഴമെടുത്താൽ നമുക്ക് ഉടച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. ഇനി കായടയ്ക്ക് ഉരുട്ടാം. കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടി ഇതുപോലെ പഴത്തിനുള്ളിൽ മുട്ടപ്പണ്ടം ചേർത്ത് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഞാൻ ഒരു മുട്ടയ്ക്ക് ഉരുട്ടിയെടുത്ത കായടയാണ് ഇവിടെ കാണുന്നത്. ഇനി ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇതുപോലെ വെച്ച് ഫ്രീസറിൽ സൂക്ഷിക്കാം. ആവശ്യമുള്ളപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്ന വിധം: എണ്ണയിൽ ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണ് കായട. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.